ഞാൻ MCFലാണ്. ഞാൻ സോർട്ടിംഗ് വിഭാഗം, അതായത് സെഗ്രിഗേഷൻ ആണ് ഞാൻ ചെയ്യുന്നത്. വലിയൊരു ഓഡിയൻസിന് മുമ്പിലേക്കാണ് ഇറങ്ങേണ്ടത്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്, നന്നായിട്ട് ടെൻഷൻ ഉണ്ട്. നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇതിനു മുൻപ് ഇങ്ങനൊരു വേഷത്തിൽ, അതും റാമ്പിൽ കണ്ടിട്ടുണ്ടോ? തീർച്ചയായും ഇല്ല. ആദ്യമായാണ് ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി റാമ്പ് വാക്ക് മത്സരം നടത്തിയത്. 2 വിഭാഗങ്ങളിലായി 36 പേർ റാമ്പിൽ ചുവടുവെച്ചു. നല്ല അനുഭവമായിരുന്നു. സ്റ്റേജിൽ കയറുമ്പോൾ അത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ കൂടി നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഇനി ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. അടിപൊളിയാ, ആദ്യമായിട്ടുണ്ടാവുന്നതല്ലേ. വലിയൊരു ഓഡിയൻസിനൊക്കെ ഫേസ് ചെയ്തല്ലോ, ടെൻഷനൊക്കെ ഉണ്ടായോ? ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാ കയറിയത് തന്നെ. നമ്മൾ നിൽക്കാത്തൊരു മേഖലയാണല്ലോ, അതുകൊണ്ട് സൂപ്പറായിട്ട്. ഓരോരുത്തരും ഒന്നിനൊന്ന് മികച്ചത്. വീടുകളിൽ പ്ലാസ്റ്റിക് എടുക്കാൻ പോകുന്ന ആളുകൾ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ആളുകൾ കാണൽ. പക്ഷെ ഇപ്പം നമ്മൾ ഒന്നും കൂടെ ഉയർന്ന് കാണുമല്ലോ, ആ ഒരു വലിയൊരു സന്തോഷമുണ്ട്. സ്റ്റേജിന്മേൽ കയറിയപ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ആയി. വസ്ത്രം പഞ്ചാബ് എല്ലാവരും പഞ്ചാബിയാണ്. എങ്ങനെയുണ്ടായി അനുഭവം? നല്ല കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ടുള്ള ഈ പരിപാടി ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഈ പരിപാടിയൊക്കെ ഞങ്ങൾക്ക് തന്നപ്പോഴേ ഒരു എനർജിയായി. ഞങ്ങൾക്ക് ഇതേപോലെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു തോന്നുക. ഞങ്ങൾക്ക് കൂടിയാലോ എന്നൊരു അഭിപ്രായമുണ്ട്. വിധികർത്താക്കൾ 3 പേർക്കും നന്നായി കഷ്ടപ്പെടേണ്ടി വന്നു. വിജയികളായി ആരെ തിരഞ്ഞെടുക്കും? ഒടുവിൽ തീരുമാനത്തിലെത്തി. ദേ ഇവരാണ് കൂടുതൽ മനം കവർന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.